Hi, today we are going to discuss the chapter organometallic reactions and catalysis. അപ്പോൾ നമ്മൾ തേർഡ് സെമസ്റ്ററിലെ ഇനോർഗാനിക് കെമിസ്ട്രീൻ്റെ പേപ്പറിൻ്റെ പേര് തന്നെ ഓർഗാനോമെറ്റാലിക് ആൻഡ് ബയോഇനോർഗാനിക് കെമിസ്ട്രി. അപ്പോൾ 4 ഓർഗാനോമെറ്റാലിക്കിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ചാപ്റ്ററും 2 ബയോഇനോർഗാനിക് ചാപ്റ്ററുമാണ് ഈ ഒരു സിലബസിൽ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഞാൻ ഇന്ന് എടുക്കാൻ പോകുന്ന ചാപ്റ്റർ ഓർഗാനോമെറ്റാലിക്. ഇന്ന് ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ അതിൽ പറയുന്നത്. ഓർഗാനോമെറ്റാലിക് റിയാക്ഷൻസ് ആൻഡ് കാറ്റലിസിസ്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ 2 ചാപ്റ്റർ നമ്മൾ കാര്യമായിട്ട് പഠിക്കുന്നത്, അല്ലെങ്കിൽ ഓർഗാനോമെറ്റാലിക് കെമിസ്ട്രിയിലെ ആദ്യത്തെ 2 ചാപ്റ്റർ നമ്മൾ കാര്യമായിട്ട് പഠിക്കുന്നത് ഒരുപാട് ഓർഗാനിക് കോമ്പൗണ്ട്സിൻ്റെ സിന്തസിസ്, പ്രോപ്പർട്ടീസ്, അതിന് ബോണ്ടിങ് എക്സെട്ര, അതിൻ്റെ പറയുകയാണെങ്കിൽ അതിൻ്റെ ഫുൾ പ്രോപ്പർട്ടീസാണ് കാര്യമായിട്ട് നമ്മൾ 2 ചാപ്റ്റർ. മൂന്നാമത്തെ ചാപ്റ്റർ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓർഗാനോമെറ്റാലിക് കോമ്പൗണ്ട്സ് കാണിക്കുന്ന കുറച്ച് റിയാക്ഷൻസ് ആണ്. അപ്പോൾ അതായത് ഓർഗാനോമെറ്റാലിക് കോമ്പൗണ്ട്സിന് മാത്രം കാണിക്കുന്ന കുറച്ച് റിയാക്ഷൻസും പിന്നെ അതിൻ്റെ അപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ ഈ ഓർഗാനോമെറ്റാലിക് ആസ് എ കാറ്റലിസ്റ്റ്, ഓർഗാനോമെറ്റാലിക് ഒരുപാട് റിയാക്ഷനുകൾ കാറ്റലിസ്റ്റായിട്ട് ആക്ട് ചെയ്യുന്നത്, അതാണ് നമ്മൾ സെക്കൻഡ് പാർട്ടിൽ പഠിക്കുന്നത്. Okay, there is a wide diversity of reaction of organometallic compounds. In the previous chapter of this syllabus, we have discussed the synthesis, structure and bonding of organometallic compounds. Okay, the first part of this chapter, the first part of this chapter deals with the important reactions such as substitution, oxidative addition, reductive elimination, insertion, migration, nucleophilic and electrophilic attack on coordinated ligand etc. ഓക്കെ, അപ്പോൾ ഈ ചാപ്റ്ററിൻ്റെ ഫസ്റ്റ് പാർട്ട് നമ്മൾ നോക്കുന്നത് ഈ ഓർഗാനോമെറ്റാലിക് കോമ്പൗണ്ട്സ് കാണിക്കുന്ന കുറച്ച് പെക്യൂലിയർ ആയ കുറച്ച് വെറൈറ്റി റിയാക്ഷൻസ്, അല്ലെങ്കിൽ ഓർഗാനോമെറ്റാലിക് കോമ്പൗണ്ട്സ് മാത്രം കാണിക്കുന്ന കുറച്ച് റിയാക്ഷൻസിന് എക്സാമ്പിളാണ് ഓക്സിഡേറ്റീവ് അഡീഷൻ, റിഡക്റ്റീവ് എലിമിനേഷൻ, ഇൻസേർഷൻ, മൈഗ്രേഷൻ, ഇലക്ട്രോഫിലിക് ആൻഡ് ന്യൂക്ലിയോഫിലിക് അറ്റാക്ക് ഓൺ കോർഡിനേറ്റഡ് ലിഗാൻഡ്. അപ്പോൾ അതാണ് ഫസ്റ്റ് പാർട്ട് നോക്കുന്നത്. Then later part, the second part നമ്മൾ കാര്യമായിട്ട് നോക്കുന്നത്, the later part of this chapter deals with the use of organometallic compounds as catalysts for the conversion of various organic compounds into useful product. അപ്പോൾ ഈ ബൾക്ക് സിന്തസിസ്, ഇൻഡസ്ട്രിയൽ പ്രോസസ്സിൽ വരുന്ന ബൾക്ക് ക്വാണ്ടിറ്റി വേണ്ട കുറേ യൂസ്ഫുൾ പ്രൊഡക്റ്റിൻ്റെ സിന്തസിസിൽ ഇത്തരം ഓർഗാനോമെറ്റാലിക് കോമ്പൗണ്ട്സ് ഒരു കാറ്റലിസിസ് ആയിട്ട് ആക്ട് ചെയ്യാറുണ്ട്. അപ്പോൾ ഈ കാറ്റലിസിസ് ആയിട്ട് ആക്ട് ചെയ്യുന്ന റിയാക്ഷൻസ്, അല്ലെങ്കിൽ ഇതിൻ്റെ കാറ്റലറ്റിക് ഫംഗ്ഷൻ ആണ് സെക്കൻഡ് പാർട്ടിൽ നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, മെനി ഇമ്പോർട്ടൻസ് കെമിക്കൽസ് ആർ പ്രൊഡ്യൂസ്ഡ് കൊമേഴ്ഷ്യലി ബൈ റിയാക്ഷൻ വിച്ച് ആർ കാറ്റലൈസ്ഡ് ബൈ ഓർഗാനോമെറ്റാലിക് കോമ്പൗണ്ട്സ്, ആൻഡ് ദിസ് ഫാക്ട് പ്രൊവൈഡ് വൺ ഓഫ് ദ മോട്ടിവേറ്റിംഗ് ഫോഴ്സ് ഫോർ സ്റ്റഡിയിങ് organometallic chemistry. Okay, prior 1950 the major feedstock for organic industrial chemistry was acetylene. After 1950 alkenes obtained by cracking of hydrocarbon have predominated. Until recently chemical industry extensively employed olefin. Okay, then present industry is based on one carbon feedstock such as synthesis gas H2CO. Okay, അപ്പോൾ ഇത്തരം കുറേ മാറ്റങ്ങൾ, അതായത് ഇൻഡസ്ട്രിയൽ പ്രോസസ്സിൽ ഇത്രയും കുറേ യൂസ്ഫുൾ പ്രൊഡക്റ്റിൻ്റെ ഓരോ കാലഘട്ടത്തിൽ മാറി വരുന്നുണ്ട്. അപ്പോൾ അതിലൊക്കെ നമ്മൾ കാര്യമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു കാറ്റലിസിസ് എന്ന് പറയുമ്പോൾ ഈ ഓർഗാനോമെറ്റാലിക് കോമ്പൗണ്ട്സ് ആണ്. അപ്പോൾ അതാണ് നമ്മൾ സെക്കൻഡ് പാർട്ടിൽ നോക്കുന്നത്. ഓക്കെ, ഇനി പറയാൻ പോകുന്ന ഓർഗാനോമെറ്റാലിക്കിൽ മാത്രം കാണുന്ന കുറേ റിയാക്ഷൻസ് ഉണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞത്. അതിന് എക്സാമ്പിളാണ് എന്താണ് ഓക്സിഡേറ്റീവ് അഡീഷൻ, റിഡക്റ്റീവ് എലിമിനേഷൻ. ഒക്കെ അപ്പോൾ കുറച്ച് എക്സാമ്പിൾസ് നോക്കുന്നത് ടൈപ്പ് ഓഫ് റിയാക്ഷൻ, അഡീഷൻ റിയാക്ഷൻ, ഡിസോസിയേഷൻ റിയാക്ഷൻ, ഓക്സിഡേറ്റീവ് അഡീഷൻ ആൻഡ് റിഡക്റ്റീവ് എലിമിനേഷൻ. അപ്പോൾ അഡീഷൻ റിയാക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ കോമൺ ആയിട്ട് കേട്ട റിയാക്ഷനാണ്. അത് ഓർഗാനോമെറ്റാലിക് മാത്രമല്ല, ഓർഗാനിക് കോമ്പൗണ്ട്സ് എല്ലാത്തിലും വരുന്ന റിയാക്ഷൻസ് ആണ് അഡീഷൻ റിയാക്ഷൻ. അപ്പോൾ അഡീഷൻ റിയാക്ഷനിൽ ചേഞ്ച് ഇൻ കോർഡിനേഷൻ നമ്പർ ഇൻക്രീസ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ചേഞ്ച് ഇൻ ഫോർമൽ ഓക്സിഡേറ്റീവ് സ്റ്റേറ്റ്, അതിന് കാര്യമായിട്ടൊരു മാറ്റം വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റില്ല, നോൺ ആണ്. അതേപോലെ തന്നെ ഡിസോസിയേഷൻ, അല്ലേ, അഡീഷൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഡിസോസിയേഷനിൽ ചേഞ്ച് ഇൻ കോർഡിനേഷൻ നമ്പർ ഡിക്രീസ് ആണ്. ദെൻ അതുപോലെ തന്നെ ചേഞ്ച് ഇൻ ഫോർമൽ ഓക്സിഡേറ്റീവ് സ്റ്റേറ്റ്, അത് നോൺ ആണ്, അല്ലേ, അത് മാറ്റം കാര്യമായിട്ട് വരാറില്ല, വരുന്നത് ഉണ്ടാവാൻ ഇല്ലാതിരിക്കും. ഓക്കെ, ദെൻ ഓർഗാനോമെറ്റാലിക് കോമ്പൗണ്ട്സിലേക്ക് വരികയാണെങ്കിൽ അവിടെ വരുന്ന റിയാക്ഷൻ ആണ് ഓക്സിഡേറ്റീവ് അഡീഷൻ. ഓക്സിഡേറ്റീവ് അഡീഷൻ്റെ പ്രത്യേകത എന്താണ്? ചേഞ്ച് ഇൻ കോർഡിനേഷൻ നമ്പർ ഇൻക്രീസ് ചെയ്യും.
അതുപോലെ തന്നെ ചേഞ്ച് ഇൻ ഫോർമൽ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആൾസോ ഇൻക്രീസ്. ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, കോർഡിനേഷൻ നമ്പർ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അതാണ് ഓക്സിഡേറ്റീവ് അഡീഷൻ്റെ ഒരു പ്രത്യേകത. ദെൻ റിഡക്റ്റീവ് എലിമിനേഷൻ. വാട്ട് ഈസ് റിഡക്റ്റീവ് എലിമിനേഷൻ? ഓക്സിഡേറ്റീവ് അഡീഷൻ നേരെ റിവേഴ്സ് ആണ് റിഡക്റ്റീവ് എലിമിനേഷൻ. അപ്പോൾ റിഡക്റ്റീവ് എലിമിനേഷൻ നമുക്ക് പറയാൻ പറ്റും എന്താണ്? ചേഞ്ച് ഇൻ കോർഡിനേഷൻ നമ്പർ ഡിക്രീസ് and also change in formal oxidation state also decrease. That is the characteristic reaction seen in organometallic compounds. അപ്പോൾ അത്തരം കുറച്ച് റിയാക്ഷൻസ് ഒക്കെ നമ്മൾ ഈ ഫസ്റ്റ് പാർട്ടിൽ പഠിക്കുന്നുണ്ട്. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ലിഗാൻഡ് ഡിസോസിയേഷൻ ആൻഡ് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ഇൻ ഓർഗാനോമെറ്റാലിക് കോമ്പൗണ്ട്സ്. ഓർഗാനോമെറ്റാലിക് കോമ്പൗണ്ട്സിലെ സബ്സ്റ്റിറ്റ്യൂഷൻ, ലിഗാൻഡിൻ്റെ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷനും അതുപോലെ തന്നെ ഡിസോസിയേഷൻ റിയാക്ഷൻ. അപ്പോൾ നമുക്കറിയാം എന്താണ് സബ്സ്റ്റിറ്റ്യൂഷൻ, എന്താണ് ഡിസോസിയേഷൻ. നമ്മൾ പഠിച്ചതാണ് എന്താണ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുമ്പോൾ. ഡിസോസിയേറ്റീവ് സബ്സ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, അതേപോലെ തന്നെ അസോസിയേറ്റീവ് സബ്സ്റ്റിറ്റ്യൂഷൻ. ഡിസോസിയേറ്റീവ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുമ്പോൾ ആദ്യം ഡിസോസിയേഷൻ നടക്കും, അതിനുശേഷം സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കും, ഏകദേശം ഒരു SN1 മെക്കാനിസം പോലെ. ഈ അസോസിയേറ്റീവ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു SN2 പോലെ ആദ്യം അസോസിയേഷൻ നടക്കും. 6 കോർഡിനേറ്റഡ് കോംപ്ലക്സ് ആണെങ്കിൽ ആദ്യം 6 കോർഡിനേറ്റഡ് റിയാക്ടൻ്റ് ന്യൂക്ലിയോഫൈലായിട്ട് അല്ലെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് റിയാക്ട് ചെയ്തിട്ട് 7 കോർഡിനേറ്റഡ് കോംപ്ലക്സ് ആവും. ദെൻ വീണ്ടും 6 കോർഡിനേറ്റഡ് കോംപ്ലക്സ് ആയി മാറും. അതിന് നമുക്ക് അസോസിയേറ്റീവ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയും. അപ്പോൾ ഇവിടെ നമ്മൾ കാര്യമായിട്ട് നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് പറയുന്നില്ല. ഈ ഓർഗാനോമെറ്റാലിക് കോമ്പൗണ്ട്സിൽ കാണിക്കുന്ന കുറച്ച് റിയാക്ഷൻ, അതാണ് നമ്മൾ ഇവിടെ ഡിസോസിയേഷൻ സബ്സ്റ്റിറ്റ്യൂഷൻ ആയിട്ട് പറയുന്നത്. അപ്പം ഫസ്റ്റ് സ്റ്റെപ്പിൽ വേണമെങ്കിൽ ഡിസോസിയേഷൻ നടക്കാം, അതിൻ്റെ ശേഷം സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കാം. അപ്പോൾ അത്തരം കാര്യങ്ങളാണ് ഇന്ന് ഈ ഒരു സെക്ഷനിൽ പറയാൻ പോകുന്നത്. ഓക്കെ, ദ ഏർലിയസ്റ്റ് മെത്തേഡ് ഓഫ് റീപ്ലേസിംഗ് വൺ ഓർ മോർ കാർബണൈൽ ലിഗാൻഡ് ഫ്രം എ കോംപ്ലക്സ് ബൈ മീൻസ് ഓഫ് ഹീറ്റ് ഓർ ലൈറ്റ്. മുമ്പൊക്കെ നമ്മൾ ഓർഗാനോമെറ്റാലിക് കോമ്പൗണ്ട്സിൽ ഒരു ഡിസോസിയേറ്റീവ് അല്ലെങ്കിൽ അസോസിയേഷൻ ഒരു മെറ്റൽ ലിഗാൻഡ് ബോണ്ട് ഡിസോസിയേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഹീറ്റ് ഓർ ലൈറ്റ് ആണ്. ലൈറ്റ് എന്ന് പറയുമ്പോൾ UV ലൈറ്റ് അല്ലെങ്കിൽ ഹീറ്റ് എനർജി ഒക്കെയാണ്. ടു ബ്രേക്ക് MCO ബോണ്ട്, പ്രത്യേകിച്ച് മെറ്റൽ കാർബണൈൽ കോമ്പൗണ്ട്സിലെ MCO ബോണ്ട് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് മെറ്റൽ ലൈറ്റോ അല്ലെങ്കിൽ UV ലൈറ്റോ ആണ്. The idea was that once the gaseous CO had dissociated, it would escape easily from solution and thus have minimal chances of recombining with the metal. അല്ലേ, ഒരു സൊല്യൂഷനിൽ നമ്മൾ UV ലൈറ്റ് റേഡിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ MCO ബോണ്ട് ബ്രേക്ക് ചെയ്യും. MCO ബോണ്ട് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ CO എന്ത് ചെയ്യും? എസ്കേപ്പ് ചെയ്യും. CO എസ്കേപ്പ് ചെയ്യുന്നതോടുകൂടി എന്താണ്, വീണ്ടും ആ CO മെറ്റൽ നമ്മൾ കമ്പൈൻ ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ്, എസ്കേപ്പ് ചെയ്ത് പോകുന്നുണ്ട്. The departure of CO from a complex leaves a vacant coordination site and in general an unstable metal fragment which is electron division. അല്ലേ, അപ്പോൾ ഒരു മെറ്റലിന് CO പോകുന്നതോടുകൂടി, ഫോർ എക്സാമ്പിൾ നോക്കുക, ഈ LNMCO ടൈപ്പിലൊരു കോംപ്ലക്സ്, വേറെ LNMs വേറെ ഏതെങ്കിലും ലിഗാൻഡ്, മേ ബി കാർബണൈൽ കോമ്പൗണ്ട്സ് എക്സെട്ര. അപ്പോൾ ഈ MCO നമ്മൾ ഈ ഹീറ്റ് ഓർ ലൈറ്റ് HNO ഓർ ഹീറ്റ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഈ CO നിന്ന് MCO ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് CO ലീവ് ചെയ്യും. CO ലീവ് ചെയ്ത് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു കോർഡിനേഷൻ സൈറ്റ് അവിടെ വാക്കൻ്റ് ആയിട്ട്. സോ വി വിൽ ക്രിയേറ്റ് എ വാക്കൻ്റ് കോർഡിനേഷൻ സൈറ്റ്. ദിസ് ഈസ് ദ വാക്കൻ്റ് കോർഡിനേഷൻ സൈറ്റ്. വാക്കൻ്റ് കോർഡിനേഷൻ സൈറ്റ്. ദെൻ ഈ വാക്കൻ്റ് കോർഡിനേഷൻ സൈറ്റ് ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റായി, കോംപ്ലക്സ് എന്തായിരിക്കും? ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് കോംപ്ലക്സ് ആയിരിക്കും. ദെൻ ഈ ഫ്രാഗ്മെന്റ് അൺസ്റ്റേബിൾ ആയിരിക്കും. ദെൻ ഈ ഫ്രാഗ്മെന്റ് എന്ത് ചെയ്യും? ന്യൂക്ലിയോഫിലിക് അറ്റാക്ക് നടന്നിട്ട് യു വിൽ ഗെറ്റ് സബ്സ്റ്റിറ്റ്യൂട്ടഡ് പ്രൊഡക്റ്റ്. ഇപ്പോൾ ന്യൂക്ലിയോഫൈൽസ് സച്ച് ആസ് ഫോസ്ഫീൻ കേട്ടിട്ടുണ്ട്, R3P എന്ന് പറയുമ്പോൾ ഇതാണ് R3P. ട്രൈഫിനൈൽ ഫോസ്ഫീൻ കൂടാതെ ദിസ് ഇസ് ട്രൈആൽക്കൈൽ ഫോസ്ഫീൻ കൂടാതെ ഇത് PH ആണെങ്കിൽ നമ്മൾ ട്രൈഫിനൈൽ ഫോസ്ഫീൻ എന്ന് കൂടി പറയാറുണ്ട്. PH മീൻസ് ട്രൈഫിനൈൽ ഫോസ്ഫീൻ. അപ്പോൾ PH ആണെങ്കിൽ ട്രൈഫിനൈൽ ഫോസ്ഫീൻ, ആൽക്കൈൽ ഗ്രൂപ്പ് ആണെങ്കിൽ ട്രൈആൽക്കൈൽ ഫോസ്ഫീൻ, ആൽക്കൈൽ ഗ്രൂപ്പിന് എക്സാമ്പിൾ ഈഥൈലാണെങ്കിൽ ട്രൈഈഥൈൽ ഫോസ്ഫീൻ, അങ്ങനെ ഡിഫറെൻറ്റ് പേര് വരുന്നുണ്ട്. അതാണ് കാര്യമായിട്ട് ഇവിടെ വരുന്ന ലിഗാൻഡ്. അപ്പോൾ ഇവിടെ പറയുന്ന L ലിഗാൻഡ് ഓൾമോസ്റ്റ് എല്ലാം എന്തായിരിക്കും? ഈ ട്രൈആൽക്കൈൽ ഫോസ്ഫീൻ ഓർ ട്രൈഫിനൈൽ ഫോസ്ഫീൻ ഒക്കെ. ദെൻ ഈ വാക്കൻ്റ് സൈറ്റ് ligand LNM vacant site react with N. N means triphenyl phosphate. We will get LNML. ഇതാണ് ഒരു രണ്ട് ഡിസോസിയേറ്റീവ് പ്രോസസ്.
ഓർഗാനോമെറ്റാലിക് കാണിക്കുന്ന എൻ്റെ ഡിസോസിയേറ്റ് പ്രോസസ്സ് നമുക്ക് സിമ്പിളായിട്ട് ഈ രണ്ട് സ്റ്റെപ്പിൽ എക്സ്പ്രസ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? LNMCO HNO ലൈറ്റ് റേഡിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ the CO become dissociated from the organometallic compounds and leaves a vacant coordination site. A vacant coordination site down. Then this metal fragment, this electron division are also unstable, and this fragment undergo nucleophilic substitution such as R3P trialkyl phosphenes to get a substituted process. അപ്പോൾ ഇവിടെ ഡിസോസിയേഷൻ നടന്നിട്ടുണ്ട്, സബ്സ്റ്റിറ്റ്യൂഷൻ നടന്നിട്ടുണ്ട്. അതിനൊരു ബെറ്റർ എക്സാമ്പിളാണ് നമ്മൾ ഈ പറഞ്ഞത്. ഈ നമുക്ക് PR3 എന്ന് എഴുതുകയാണെങ്കിൽ PR3 gives PR. ഓക്കെ, ഇനി കുറച്ച് എക്സാമ്പിളാണ് പറയാൻ പോകുന്നത്. ഇത്തരം കുറച്ച് റിയാക്ഷൻസിന് കുറച്ച് എക്സാമ്പിൾ. ദെൻ ഇനി നിക്കൽ കാർബണൈൽ കോമ്പൗണ്ട്സ്. നിക്കൽ കാർബണൈൽ കോമ്പൗണ്ട്സ് സബ്സ്റ്റിറ്റ്യൂഷൻ കുറച്ചും കൂടി ഈസിയാണ്. നമുക്ക് പെട്ടെന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും. NCO4 times L presence of light energy. ലൈറ്റ് എനർജിയുടെ പ്രസൻസിൽ നമുക്ക് L കൊടുക്കുക. L എന്ന് പറയുമ്പോൾ R3P കൊടുത്തു കഴിഞ്ഞാൽ we get the substituted product N nickel CO twice L. വീണ്ടും L കൊടുത്തു കഴിഞ്ഞാൽ we get NiCO twice L2. Finally we will get NiL4. അപ്പോൾ നിക്കലിൻ്റെ കേസിൽ നമുക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് പ്രൊഡക്റ്റ് സിന്തസിസ് ചെയ്യാൻ പറ്റും. ഇനി അയണിൻ്റെ കേസിൽ അയണിൻ്റെ ഒരു എക്സാമ്പിൾ എടുക്കാം. അപ്പോൾ അയൺ പെൻറ്റാകാർബണൈൽ കോമ്പൗണ്ട്സ് FeCO5. അപ്പോൾ FeCO5 ഈ കുറച്ചും കൂടി ഈ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ, നമുക്കൊരു മോണോ സബ്സ്റ്റിറ്റ്യൂട്ട് പ്രൊഡക്റ്റ് വേണമെന്ന് പറയുമ്പോൾ കുറച്ച് ഡിഫിക്കൽട്ടാണ്. അപ്പോൾ എന്തുകൊണ്ട് കുഴപ്പമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ FeCO5 ലാർജ് എനർജി ഓഫ് ആക്ടിവേഷനാണ്, അല്ലെങ്കിൽ നമ്മൾ ഹൈ ടെമ്പറേച്ചർ അപ്ലൈ ചെയ്തെങ്കിൽ ഇവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഡിസോസിയേഷൻ ഇവിടെ നടക്കുള്ളൂ. MCO ഡിസോസിയേഷൻ നടക്കുള്ളൂ. MCO ഡിസോസിയേഷൻ നടന്നാൽ തന്നെ നമുക്ക് കംപ്ലീറ്റ് CO ഡിസോസിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ റിയാക്ഷൻ നമുക്ക് സിമ്പിളായിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം. ഹീറ്റ് എനർജി കൊടുത്തു കഴിഞ്ഞാൽ FeCO4 times L. വീണ്ടും ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ FeCO twice L2. വീണ്ടും ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ നടന്നു കഴിഞ്ഞാൽ റിയാക്ഷൻ ഇവിടെ സ്റ്റോപ്പ് ആവും. ഫർദർ സബ്സ്റ്റിറ്റ്യൂഷൻ ഡസ് നോട്ട് ടേക്ക് പ്ലേസ്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ രണ്ട് കാരണമാണ് കാര്യമായിട്ട് പറയുന്നത്. ഈ CO റീപ്ലേസ് ചെയ്ത് L വരുന്നതനുസരിച്ച്, CO റീപ്ലേസ് ചെയ്ത് L വരുന്നതനുസരിച്ച് L മേ ബി R3P അല്ലേ. R3P എന്ന് പറയുമ്പോൾ ഇലക്ട്രോൺ സഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു ലിഗാൻഡാണ്. അപ്പോൾ ഈ മെറ്റൽ ലിഗാൻഡ് ബാക്ക്ബോൺ അല്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റും FeCO ബോണ്ട്. FeCO ബോണ്ട് നമുക്കറിയാം ബാക്ക്ബോണേഷൻ ഉള്ളതാണെന്ന് നമുക്ക് പറയാം. അപ്പോൾ FeCO പൈ ബോണ്ടിൻ്റെ ഇലക്ട്രോൺ ഡെൻസിറ്റി കൂടും, ആ ബോണ്ട് സ്ട്രോങ് ആവും. ആ ബോണ്ട് സ്ട്രോങ് ആയി കഴിഞ്ഞാൽ ഇവിടെ നോക്കുക, ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്പർ ഓഫ് FeCO ബോണ്ട് 3 ആണ്. ആ 3 ബോണ്ട് സ്ട്രോങ് ആവും. പിന്നെ അത് ഫർദർ ഡിസോസിയേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുപോലെ തന്നെ ഈ L ലിഗാൻഡ് ബൾക്കി ഗ്രൂപ്പാണ്. അപ്പോൾ ബൾക്കി ലിഗാൻഡ് വരുന്നതുകൊണ്ട് തന്നെ പിന്നെ ഫർദർ സബ്സ്റ്റിറ്റ്യൂഷനും ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും ദിസ് റിയാക്ഷൻ ഷോസ് ഓൺലി 2 CO ligand being replaced. Each time CO replaced by R3P, the complex become more electron rich. And the remaining CO groups receive more pi electron density. This means that the general MCO bond strength increase and the CO become more resistant to dissociation. Of course, the steric requirement or steric hindrance of the phosphine may limit the degree of substitution as well as. ഇപ്പോൾ തന്നെ നേരത്തെ പറഞ്ഞ റീസണിൻ്റെ കൂടാതെ തന്നെ ഈ L ഗ്രൂപ്പിൻ്റെ സ്റ്റെറിക് ഹിൻഡ്രൻസും കൂടി ഒരു കാരണമാണ്. ഇനി ടങ്സ്റ്റൻ്റെ ഒരു കോംപ്ലക്സ് എക്സാമ്പിൾ നോക്കാം. ഈ ടങ്സ്റ്റൻ്റെ കോംപ്ലക്സിന് ഓർഗാനോമെറ്റാലിക് കോമ്പൗണ്ട്സ് ഹെക്സാകാർബണൈൽ ടങ്സ്റ്റൺ കോമ്പൗണ്ട്സ് നമ്മൾ ഹീറ്റ് എനർജി കൊടുത്തിട്ട് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തി കഴിഞ്ഞാൽ നമുക്ക് വി വിൽ നെവർ ഗെറ്റ് എ മോണോ സബ്സ്റ്റിറ്റ്യൂട്ടഡ് പ്രൊഡക്റ്റ്. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും നമുക്കൊരു മോണോ സബ്സ്റ്റിറ്റ്യൂട്ടഡ് പ്രൊഡക്റ്റ് കിട്ടില്ല. ഫോർ എക്സാമ്പിൾ ഇതിന് നമ്മൾ ഈ ഹീറ്റ് എനർജിയോ ലൈറ്റ് എനർജിയോ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക എന്തായിരിക്കും? ഒരു മിക്സ്ചർ ഓഫ് പ്രൊഡക്റ്റ് ആയിരിക്കും നമുക്ക് കിട്ടുക. മിക്സ്ചർ ഓഫ് പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ WCO 5 times L
and WCO 4 times L2 tungsten tetra carbonyl E-type tungsten CO 4 times L2 cis or trans product. ഇതിന്റെ cis അല്ലെങ്കിൽ ഇതിന്റെ cis or trans product. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാതെ ഈ ഒരു കോമ്പൗണ്ട്സ് നമ്മൾ ഒരു THF എന്നുള്ള ലിഗാൻഡ് ആയിട്ട് ട്രീറ്റ് ചെയ്യും. THF ടെട്രാ ഹൈഡ്രോഫ്യൂറാൻ THF എന്നുള്ള ലിഗാൻഡ് ആയിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ we will get a substituted product WCO 5 times THF. Okay, we will get WCO 5 times THF. ഇനി ഈ ഒരു കോംപ്ലക്സ് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് PR3 റിയാക്ട് ചെയ്യിച്ചു കഴിഞ്ഞാൽ we will get a mono substituted product. എന്താ അതിന്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ THF നമുക്ക് പെട്ടെന്ന് റീപ്ലേസ് ചെയ്യാൻ പറ്റും. നമുക്ക് WCO 5 times THF plus PR3 gives WCO 5 times PR3. ഓക്കെ, അപ്പോൾ ഡയറക്റ്റ് ചെയ്യാതെ നമ്മൾ എന്ത് ചെയ്യാം, ഈ ഒരു THF ആയിട്ട് റിയാക്ട് ചെയ്യും. Tetrahydrofuran is sufficiently poor ligand and it is seldom displays more than one CO group in the photolysis step, and thus the reaction yield mono substituted product exclusive ആയിട്ട് നമുക്ക് മോണോ സബ്സ്റ്റിറ്റ്യൂട്ടഡ് പ്രൊഡക്റ്റ് തന്നെ കിട്ടും. ഇനി വേറൊരു മെത്തേഡ് നമ്മൾ ചെയ്യാം മോണോ സബ്സ്റ്റിറ്റ്യൂട്ടഡ് കിട്ടാൻ വേണ്ടി. WCO 6 നമ്മൾ OMe thrice ആയിട്ട് ONMe thrice ആയിട്ട് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ Me3NO ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് സ്റ്റെപ്പിൽ നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് ഈ OM ഒരു COയും കൂടി റിയാക്ട് ചെയ്തിട്ട് CO പോകും. അപ്പോൾ നമുക്ക് CO3 then NMe thrice. Okay, we will get a product like this CO thrice NMe thrice plus CO2 sorry 5 times. Then ഇതിനെ നമ്മൾ R3P ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ we will get CO 5 times WE okay plus Me3. Okay, അപ്പോൾ ഈ ടങ്സ്റ്റന്റെ മോണോ സബ്സ്റ്റിറ്റ്യൂട്ടഡ് പ്രൊഡക്റ്റ് കിട്ടാൻ വേണ്ടി നമ്മൾ ചെയ്യുക ഒന്നെങ്കിൽ ടങ്സ്റ്റൻ THF ആയിട്ട് ട്രീറ്റ് ചെയ്തിട്ട് THF ടങ്സ്റ്റൻ ഓർഗാനോമെറ്റാലിക് കോമ്പൗണ്ട്സ് ഉണ്ടാവും, അതിന് ഡയറക്റ്റ് PR3 ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ we will get a mono substituted product. അതുപോലെ തന്നെ ഈ ടങ്സ്റ്റൻ ഹെക്സാകാർബണൈഡിൽ നമ്മൾ Me3NO ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ we will get a substituted product like this. അതിനെ നമ്മൾ R3P ചെയ്ത് കഴിഞ്ഞാൽ we will get a mono substituted product. ഓക്കെ, അപ്പോൾ അതാണ് നമ്മൾ മോണോ സബ്സ്റ്റിറ്റ്യൂഷൻ. ചില കോംപ്ലക്സ് നമുക്ക് ഡയറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും പ്രൊഡക്റ്റ് കിട്ടില്ല, അപ്പോൾ നമുക്ക് ഇങ്ങനെ ഇൻഡയറക്റ്റ് ആയിട്ട് ചെയ്യാം. ഇനി വേറെ നേരത്തെ നമ്മൾ പറഞ്ഞു അയണിന്റെ കോംപ്ലക്സ് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് അയണിന്റെ ചില കോംപ്ലക്സ് ഫോർ എക്സാമ്പിൾ FeCO 4 times PR3 അതുപോലെ തന്നെ FeCO thrice PR3 twice. ഇത്തരം കോംപ്ലക്സ് ഉണ്ടാക്കാൻ വേണ്ടി അപ്പോൾ ഇത്തരം കോംപ്ലക്സ് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഒരു കുറച്ച് വെറൈറ്റി മോഡിൽ നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്നത് പ്രിപ്പറേഷൻ ഓഫ് പ്യുവർ FeCO 4 times PR3 and trans FeCO3 PR3 twice. How long been frustrating because the thermal and photolytic method gives a mixture of product which are not easy to separate. അപ്പോൾ അത് ഡയറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു മിക്സ്ചർ ഓഫ് പ്രൊഡക്റ്റ് ആണ് കിട്ടുക. FeCO 4 times നമ്മൾ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത മോണോ സബ്സ്റ്റിറ്റ്യൂട്ടഡ് പ്രൊഡക്റ്റോ അല്ലെങ്കിൽ ഈ ട്രാൻസ് പ്രൊഡക്റ്റോ ഉണ്ടാക്കാൻ നോക്കി കഴിഞ്ഞാൽ ഈ ലൈറ്റ് റേഡിയേറ്റ് ചെയ്ത് അല്ലെങ്കിൽ തെർമലിൽ റേഡിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ we will get a mixture of product. അത് സെപ്പറേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമുക്ക് മോണോ സബ്സ്റ്റിറ്റ്യൂട്ടഡ് പ്രൊഡക്റ്റ് കിട്ടാൻ വേണ്ടി നമ്മൾ ചെയ്യുക എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ FeCO 5 times treated with PR3 in presence of COCl3 as catalyst.
COCl2 as catalyst. Cobalt chloride catalyst ആയിട്ട് ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ we will get a mono substituted product exclusive. ഒരു mono substituted product. ഇതിന്റെ എക്സാക്ട് മെക്കാനിസം അൺനോൺ. പക്ഷെ നമുക്ക് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ we will get a mono substituted product. Alternatively, the reaction may be catalyzed with a polynuclear anion such as Fe twice CO8 2-. അതേപോലെ തന്നെ Fe thrice CO11 2-. രണ്ടും ഈ ഒരു കാറ്റലിസ്റ്റ് ആയിട്ട് ആക്ട് ചെയ്താൽ നമുക്ക് ഈ മോണോ സബ്സ്റ്റിറ്റ്യൂട്ടഡ് പ്രോഡക്റ്റ് കിട്ടും. ഇനി അതുപോലെ തന്നെ ഈ രണ്ടാമത്തെ ട്രാൻസ് പ്രൊഡക്റ്റ് കിട്ടാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഇൻഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. എ സക്സസ്ഫുൾ മെത്തേഡ് ഫോർ ദ പ്രൊഡക്ഷൻ ഓഫ് ട്രാൻസ് ഡൈ സബ്സ്റ്റിറ്റ്യൂട്ടഡ് കോംപ്ലക്സ് ടു ക്രിയേറ്റ് HFeCO 4 times minus. ആദ്യം നമ്മൾ HFeCO 4 times minus എന്നുള്ളൊരു ആനോണിനെ സിന്തസിസ് ചെയ്തിട്ട് അതിൽ നിന്നാണ് നമ്മൾ ഈ ട്രാൻസ് പ്രൊഡക്റ്റ് സിന്തസിസ് ചെയ്യുക. നോക്കാം മെത്തേഡ് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ FeCO 5 times നമ്മൾ റെഡ്യൂസ് ചെയ്യും. NaBH4 റെഡ്യൂസ് റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു CO എന്ത് മാറ്റം വരുന്നത് വെച്ചാൽ CO 4 times FeCOH ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ്. ഓക്കെ, ഇത് ഒന്ന് റീഅറേഞ്ച് ചെയ്താൽ നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് ആനോൺ എന്ന് പറഞ്ഞാൽ FeCO 4 times HFeCO 4 times minus plus CO. ഇങ്ങനെ ഒരു ആനയോണാണ് നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പിൽ ഇങ്ങനെ ഒരു ആനയോണം. ഈ ആനയോണ് ബ്യൂട്ടൈൽ ഹൈഡ്രോക്സൈഡ് 1 ബ്യൂട്ടനോൾ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ FeCO HFe 4 times minus 2 PR3 in BuOH. We will get FeCO thrice PR3 twice plus COH2 we will get trans product. We get a trans product. അപ്പോൾ ഡയറക്റ്റ് ചെയ്യാതെ നമ്മൾ ഈ ഒരു മെത്തേഡിലൂടെ ചെയ്ത് കഴിഞ്ഞാൽ we will get a trans product. Okay.